റഷ്യക്കെതിരെ ഉക്രൈൻ അതിശക്തമായി തിരിച്ചടിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആയുധങ്ങൾ ലഭിച്ച പശ്ചാത്തലത്തിൽ അത്യാധുനിക മിസൈൽ വരെയാണ് റഷ്യക്കെതിരെ ഉക്രൈൻ ഉപയോഗിക്കുന്നത്. ഹെർമാസ് പോലുള്ള അത്യാധുനിക ക്രൂയിസ് മിസൈലുകളാണ് ഉക്രൈൻ റഷ്യക്കെതിരെ പ്രയോഗിക്കുന്നത്. റഷ്യ 2014 കീഴ്പ്പെടുത്തിയ ഉക്രൈൻ പ്രദേശം ക്രീമിയ പിടിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഉക്രൈൻ. റഷ്യയിൽ ഉക്രൈൻ സേന നടത്തിയ വൻ ആക്രമണത്തിൽ 4 റിഫൈനറുകളും ഇറാൻ നിർമ്മിത ഷാഹിദ് ഡ്രോൺ കേന്ദ്രവും തകർന്നുവെന്ന പുതിയ വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത്. യുദ്ധം തുടങ്ങി 2 വർഷവും 4 മാസവും കഴിഞ്ഞിട്ടും വിജയം നേടാനാകാതെ നെട്ടോട്ടമോടുകയാണ് റഷ്യ. കുറേയധികം സ്ഥലം പിടിച്ചെടുക്കി എന്നല്ലാതെ വേറെ തരത്തിലുള്ള മുന്നേറ്റമൊന്നും നേടാനായിട്ടില്ല. അതിനിടയിൽ ഉക്രൈനിലെ ഖാർക്കീവ് നഗരത്തിൽ കെട്ടിട സമുച്ചയത്തിന് നേരെ റഷ്യ നടത്തിയ ബോംബാക്രമണത്തിൽ 3 മരണം, 52 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനമായ കീവിന് നേരെയും ഇന്നലെ റഷ്യയുടെ വ്യോമാക്രമണമുണ്ടായി. 2 പേർക്ക് പരിക്കേറ്റിരുന്നു. നിരവധി വീടുകൾക്ക് കേടുപാടുമുണ്ട്. ഇതിനിടെ റഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി. ഉക്രൈൻ അതിർത്തിയോട് ചേർന്ന ബ്രയാൻസ്ക് മേഖലയിൽ മാത്രം 30 ഡ്രോണുകളെ തകർത്തെന്ന് റഷ്യ അറിയിച്ചു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉക്രൈൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടതായി റഷ്യൻ അധികൃതരും അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഉക്രൈനിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമായ ഖാർക്കീവിൽ റഷ്യ നടത്തിയ ബോംബാക്രമണത്തിന്റെ തിരിച്ചടിയാണ് പുതിയ സംഭവം. റഷ്യൻ ആക്രമണത്തിൽ 3 പേർ മരിക്കുകയും 12ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റഷ്യയോട് ചേർന്ന ക്രീമിയയിലെ തുറമുഖ നഗരമായ സെവാസ്റ്റോപോളിൽ വെടിവെച്ചിട്ട 5 ഉക്രൈനിയൻ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണാണ് 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചത്. 100ഓളം പേർക്ക് പരിക്കേറ്റതായും സെവാസ്റ്റോപോൾ ഗവർണർ മിഖായൽ റസോഷേവ് അറിയിച്ചു. റഷ്യയുടെ അതിർത്തിയിലെ ബെൽഗോറാഡ് മേഖലയിൽ 3 ഉക്രൈൻ ഡ്രോണുകൾ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗവർണർ പറയുകയും ചെയ്തു. റഷ്യയുടെ പടിഞ്ഞാറൻ ബ്രയാൻസ്ക്, സൊമാലൻസ്ക്, ലിപ്സെറ്റ്, തുല മേഖലകളിൽ 33 ഉക്രൈൻ ഡ്രോണുകൾ ഒറ്റ രാത്രി വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ റഷ്യയിലെ നോർത്ത് കോക്കസസ് മേഖലയിലെ ഡാഗാസ്ഥാനിൽ ആരാധനാലയങ്ങൾക്ക് നേരെ വെടിവെപ്പ്. 2 ഓർത്തഡോക്സ് പള്ളികൾക്കും 1 സിനഗോഗിനും പോലീസ് പോസ്റ്റിനും നേരെ തോക്കുധാരികൾ നടത്തിയ വെടിവെപ്പിൽ 15ലധികം പോലീസുകാരും 1 ഓർത്തഡോക്സ് പുരോഹിതനുൾപ്പെടെ നിരവധി സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഞായറാഴ്ച വൈകുന്നേരം ഡർബൻ, മകച്കല നഗരങ്ങളിൽ നടന്ന ആക്രമണത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഫലമായി ഡർബന്റിലെ സിനാഗോഗിന് തീപിടിക്കുകയായിരുന്നു. പള്ളിയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടിട്ടാണ് ജനങ്ങൾ പോലീസിനെ വിവരം അറിയിച്ചത്. രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ടെങ്കിലും ഇതുവരെ തീയണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ആക്രമികൾ അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയിലെ അംഗങ്ങളാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. റഷ്യയിലെ ഏറ്റവും ദരിദ്രമായ ഭാഗങ്ങളിലൊന്നായ മുസ്ലിം നോർത്ത് കോക്കസസ് മേഖലയിലെ പുരാതന ജൂത സമൂഹത്തിന്റെ ആസ്ഥാനമായ ഡർബന്റിലാണ് സിനഗോഗും പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 125 കിലോമീറ്റർ അകലെ ഡാഗാസ്ഥാന്റെ തലസ്ഥാനമായ മകച്കലയിലാണ് പോലീസ് പോസ്റ്റ് ആക്രമണം നടന്നത്. കഴിഞ്ഞ മാർച്ചിൽ മകച്കലയിൽ 4 തോക്കുധാരികളെ പോലീസ് വധിച്ചതായി ഡാഗസ്താൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മകച്കലയിൽ നിന്ന് 65 കിലോമീറ്റർ സെർഗോക്കൽ എന്ന ഗ്രാമത്തിൽ ആക്രമികൾ ഒരു പോലീസുകാരന് നേരെ വെടിയുതിർക്കുകയും ഒരു ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തു. മാർച്ചിൽ മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാൾ കച്ചേരി വേദിയിൽ മാരകമായ ആക്രമണം ആസൂത്രണം ചെയ്തതായി സംശയിക്കുന്ന 4 പേരെ ഡാഗസ്താനിൽ വെച്ച് അറസ്റ്റ് ചെയ്തതായി റഷ്യയുടെ FSB സുരക്ഷാ വിഭാഗം അറിയിച്ചിരുന്നു. 1994, 1996 പിന്നീട് 1999, 2000 റഷ്യൻ അധികാരികൾ വിഘടനവാദികളുമായി യുദ്ധം ചെയ്ത ചെച്ചിനിയുടെ കിഴക്കാണ് ഡാഗസ്താൻ സ്ഥിതി ചെയ്യുന്നത്. ചെച്ചൻ വിമതരെ പരാജയപ്പെടുത്തിയത് മുതൽ റഷ്യൻ അധികാരികൾ വടക്കൻ കോക്കസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക തീവ്രവാദികളുമായി സംഘർഷത്തിലാണ്. നിരവധി പേരാണ് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.